സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ബി അശോകിന്റെ സ്ഥലമാറ്റത്തിന് ഇടപെടുകയാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ബി അശോകിനെ കൃഷി വകുപ്പിൽ നിലനിർത്തി ക്യാറ്റ് ഉത്തരവുണ്ടായിരിക്കുന്നു. ഇന്നലെ സർക്കാർ ഇടയ്ക്ക് സ്ഥലമാറ്റ ഉത്തരവ് മാറ്റിവെക്കാനും ക്യാറ്റിന്റെ നിർദ്ദേശം. ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബി അശോകിന്റെ ഹർജിയിൽ വിശദമായ വാദം പിന്നീട് സർക്കാരുമായി ബി അശോക് ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട വലിയ നിയമ യുദ്ധത്തിലേക്ക് പോയിരുന്നു. അതിനുശേഷം അതിന് സ്റ്റേ ഉണ്ടായ സമയത്താണ് അദ്ദേഹം തിരിച്ച് കൃഷി വകുപ്പിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ്. കൃഷി വകുപ്പിൽ നിലനിർത്തുകയാണ്. ബി അശോകിനെ കൃഷി വകുപ്പിൽ നിലനിർത്തുകയാണ് ക്യാറ്റ് ഉത്തരവിലൂടെ. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതിന് പിന്നാലെ ഇന്നലെ വളരെ കൗതുകകരമായ ഒരു സംഭവം കൂടി ഉണ്ടായത്. ബി അശോകിനെ വീണ്ടും ഈ ജീവനക്കാരുടെ പരിഷ്കരണ സമിതിയിലേക്ക് അദ്ദേഹത്തിനൊരു സ്ഥലം മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ അതും ഇപ്പോൾ മാറ്റിവെക്കാനുള്ള നിർദ്ദേശം ക്യാറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ബി അശോകിന് അനുകൂലമായ നിലപാട് ഈ രണ്ട് സ്ഥലമാറ്റ ഉത്തരവുകളും, ഒന്ന് മാറ്റിവെക്കാനുള്ള നിർദ്ദേശവും ഉണ്ടായിരിക്കുന്നു, ഒന്ന് റദ്ദ് ചെയ്യാനുള്ള തീരുമാനവും ഉണ്ടായിരിക്കുന്നു. സർക്കാർ നിലപാടിനും സർക്കാരിന്റെ തീരുമാനത്തിനും ക്യാറ്റിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. മാധു, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബി അശോകിനെ നേരത്തെ കൃഷി വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് ഡെപ്യൂട്ടേഷൻ വിട്ടിരുന്നു. നേരത്തെ അത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരിക്കുകയായിരുന്നു. ആ സ്റ്റേ നീട്ടി. അതോടൊപ്പം തന്നെ ഇന്നലെ ആ കേസ് നിലനിൽക്കെ തന്നെ സർക്കാർ മറ്റൊരു വകുപ്പിലേക്ക് ആ ബി അശോകിനെ സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത്. ആ ഉത്തരവ് മാറ്റിവെക്കുകയാണ് ഇപ്പോൾ ക്യാറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബി അശോകിനെ കൃഷി വകുപ്പിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ബി അശോകിനെ ആ കൃഷി വകുപ്പിൽ നിന്ന് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പലയിടത്തേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിനെല്ലാം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി ബി അശോക് കൃത്യമായും തടയിടുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ ഈ സ്ഥലം മാറ്റ നടപടികൾ അത് നിയമപരമായി അതിൻ്റെ ചട്ടവട്ടങ്ങൾ പൂർത്തീകരിക്കാതെയാണ് നടപ്പാക്കുന്നത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് പെട്ടെന്ന് തന്നെ ഇതിൽ ഇടപെടാൻ കഴിയുന്നത്. നേരത്തെ ബി അശോകിനെ KTDFCയിലേക്ക് മാറ്റാനുള്ളൊരു നീക്കമാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വീണ്ടും സർക്കാർ നടത്തിയത്. അത് ക്യാറ്റ് തടയുകയാണ് ചെയ്തത്. അതിനു മുൻപ് ബി അശോകിനെ ഒരു സംവിധാനം, ഒരു കൃത്യമായൊരു ഭരണ സംവിധാനം പോലും ഇല്ലാത്തൊരു വകുപ്പിലേക്ക് എടുത്തു മാറ്റാൻ ശ്രമിച്ചു. അത് ഇതുപോലെ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ എത്തി ബി അശോക് തടയുകയായിരുന്നു. അതിനുശേഷം കുറച്ചു കാലം കൃഷി വകുപ്പിൽ തുടർന്നു. വീണ്ടും കൃഷി വകുപ്പിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ വീണ്ടും സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുന്നു. അതിനുശേഷം